വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഡ്രൈ ആവുമല്ലേ. അപ്പോൾ ആ ഡ്രൈനെസ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടും നല്ല മോയ്സ്ചറായിട്ടൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒട്ടും വൈകാതെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്ലിസറിൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡോക്ടർ ബിബിൻ ജോസിന്റെ വൈറലായിട്ടുള്ള ഒരു ഗ്ലിസറിൻ വെച്ചിട്ടുള്ള 3 സ്റ്റെപ്പ് ഫേഷ്യൽ നമ്മൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐക്കാർട്ടിലോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻഡ് സ്ക്രീനായിട്ടൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യൽ നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമിക്റ്റന്റ് ആണ്. നമ്മുടെ ബോഡിയിൽ വാട്ടറിനെ ലോക്ക് ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് കേട്ടോ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് വഴിയിട്ട് നമ്മുടെ ബോഡി നല്ല ഹെൽത്തി, നമ്മുടെ സ്കിന്ന് നല്ല അപ്പോൾ ഈ ഒരു ഗ്ലിസറിൻ യൂസ് ചെയ്യുന്ന വഴിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല മോയ്സ്ചറായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. 1 സ്പൂൺ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ പാല് 1 സ്പൂൺ തന്നെ മതിയാവും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഗ്ലിസറിൻ ആണ് കേട്ടോ. ഈ ഒരു ഗ്ലിസറിൻ ആണ്. ഇത് നമ്മൾ ഫാർമസിയിൽ മേടിക്കാൻ കിട്ടും. എനിക്ക് നാട്ടിൽ ഒരു 70 രൂപയ്ക്ക് ആവത്തുള്ളൂ കേട്ടോ ഗ്ലിസറിൻ ഒരു ബോട്ടിൽ. അപ്പൊ ഞാൻ ഗ്ലിസറിൻ ഈ പാലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 1 സ്പൂൺ തന്നെ നിങ്ങൾ എടുക്കാവുള്ളൂ. അതിൽ കൂടുതലൊന്നും നിങ്ങൾ ഗ്ലിസറിൻ എടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ടേമറിക് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആൽപ്സ് ഗുഡ്നസിന്റെ ഈ ഒരു വൈൽഡ് ടേമറിക് പൗഡർ ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ മഞ്ഞളുള്ളത് അത് എടുക്കാം കേട്ടോ. മഞ്ഞളാട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ മഞ്ഞൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി കേട്ടോ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സമയമില്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് നന്നായിട്ട് നിങ്ങൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് വാട്ടറോ പാലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്കിൽ പാൽ യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ ഭയങ്കരമായിട്ട് നമ്മുടെ ഡ്രൈ സ്കിന്നിനെയൊക്കെ നല്ലതായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്ലിസറിൻ വെറുതെ നിങ്ങളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാണ്ട് എന്തെങ്കിലും റോസ് വാട്ടറിലോ അല്ലെങ്കിൽ ഇതുപോലെ പാലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് പാക്കിലോ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടിയുള്ള ഒന്നല്ലേ. അപ്പോൾ അത് ഡൈലൂട്ട് ചെയ്ത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ സാധാ വെള്ളത്തിലായാലും മതി കേട്ടോ. നിങ്ങൾ ഡൈലൂട്ട് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവർക്കും ഗ്ലിസറിൻ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എന്തെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ പിറകിലോ ഒക്കെ ആയിട്ട് വേണം പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കുഴപ്പവും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. എന്തെങ്കിലും റെഡ്നെസ്സോ ഫേസിൽ മാത്രമല്ല ഹെയറിലും യൂസ് ചെയ്യാം. നല്ല ഹെയർ നല്ല മോയ്സ്ചറാക്കി വെക്കാനും ഹെയറിൻ്റെ ടെക്സ്ചർ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നല്ലതായിട്ടൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് വളരെ തിൻ ലെയറിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിക്ക് നിങ്ങൾ വലിച്ചു വരെ തേക്കണ്ട. കുറച്ച് ലൂസാക്കി വേണ്ട. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് ലൂസാക്കിയല്ലേ പ്രിപ്പയർ ചെയ്ത്. അപ്പം അങ്ങനെ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് നമ്മുടെ ഫേസിലേക്ക് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. 15 മിനിറ്റ്സ് കൂടുതൽ നിങ്ങൾ വെക്കരുത്. 15 മിനിറ്റ്സ് മാത്രം വെച്ചിട്ട് മതി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫേസ് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു സെമി ഡ്രൈ ആകുമ്പോഴത്തേക്ക്, അതായത് കറക്റ്റ് 15 മിനിറ്റ് മാത്രമേ ഞാൻ ഫേസിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഞാൻ പാക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതിയാകും. അതിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. വെച്ചിരുന്ന ആ യെല്ലോ സ്റ്റെയിൻ നമ്മുടെ ഫേസിൽ ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ ഫേസ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നല്ലതായിട്ട് സോഫ്റ്റ് ആക്കി വെക്കുന്ന ഒരു പാക്കാണ്. ഗ്ലിസറിൻ നമ്മൾ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് നമുക്ക്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു ബിസി ഷെഡ്യൂൾ ലൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിബിൻ ജോസിന്റെ ആ ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കുക, അതും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.